വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഡിവോഷൻസ് വിത്ത് ഷൈനോ മേരി. അസീസിക്ക് പുറത്തുള്ള പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിൽ കാലം മായ്ക്കാത്തൊരു പുണ്യകഥയുമായി ഒരു ചെറിയ കൽപ്പള്ളി നിലകൊള്ളുന്നു. പോർത്തുങ്കല അഥവാ ചെറിയ ഭാഗം. ഭൗതികമായി ചെറുതെങ്കിലും വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും മാനസാന്തരത്തിന്റെയും അസാധാരണമായ ഒരു പ്രവാഹം ഇവിടെ നിന്ന് ആരംഭിച്ചു. ഒരിക്കൽ കാട് മൂടി മറയ്ക്കപ്പെട്ട ഒരു ദേവാലയമായിരുന്നു അത്. ആദ്യകാല സന്യാസിമാരുടെയും മാലാഖമാരുടെയും മാതാവായ മറിയത്തിന്റെയും ഓർമ്മകൾ ആ കല്ലുകളിൽ തങ്ങി നിന്നിരുന്നു. മാലാഖമാരുടെ ഗീതങ്ങൾ ഇവിടെ നിന്ന് ഒഴുകിയിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു. ഫ്രാൻസിസ് എന്ന യുവാവ് ജീവിതത്തിന് അർത്ഥം തേടി അലഞ്ഞപ്പോൾ ഈ ജീർണിച്ച ചാപ്പലിൽ എത്തിച്ചേർന്നു. എന്റെ പള്ളി നന്നാക്കുക എന്ന ദൈവിക വിളിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം സ്വന്തം കൈകളാൽ പോർത്തുങ്കലയെ പുനർനിർമ്മിച്ചു. ഇവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ ആത്മീയ ഭവനം കണ്ടെത്തിയത്, ഫ്രാൻസിസ്കൻ സഭയ്ക്ക് രൂപം നൽകിയത്, വിശുദ്ധ ക്ലെയർ തന്റെ ജീവിതം സമർപ്പിച്ചത്. പോർത്തുങ്കല വെറും ഒരു ആശ്രയം മാത്രമായിരുന്നില്ല, അത് കരുണയുടെ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു. 1216 ഫ്രാൻസിസിന് ഒരു ദർശനം ലഭിച്ചു. ക്രിസ്തുവും മറിയവും പ്രത്യക്ഷപ്പെട്ടു. പാപികളോട് ആഴമായ സ്നേഹമുണ്ടായിരുന്ന ഫ്രാൻസിസ് ഈ ചാപ്പലിൽ സന്ദർശിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനം അപേക്ഷിച്ചു. ഈ അപേക്ഷ ദൈവം അനുവദിച്ചു. അങ്ങനെയാണ് അസീസിയിലെ പാപമോചനം, അതായത് പാർഡൺ ഓഫ് അസീസി എന്നറിയപ്പെടുന്ന പോർത്തുങ്കല ഇൻഡൽജൻസ് പിറവിയെടുക്കുന്നത്. ഓഗസ്റ്റ് 2 ഈ ചാപ്പലിൽ പശ്ചാത്താപത്തോടെ എത്തുന്ന ഏതൊരാൾക്കും പൂർണ്ണമായ പാപമോചനം ലഭിക്കുമെന്ന് അത്ഭുതകരമായ അനുഗ്രഹം ലഭിച്ചു. പിന്നീട് ഈ അനുഗ്രഹം ലോകമെമ്പാടുമുള്ള എല്ലാ കത്തോലിക്ക ഇടവക പള്ളികളിലേക്കും വ്യാപിച്ചു. ഫ്രാൻസിസിന്റെ പോർത്തുങ്കലയോടുള്ള സ്നേഹം അഗാധമായിരുന്നു. 1226 മരണമടുത്തപ്പോൾ ആ പുണ്യഭൂമിയിൽ തന്നെ പ്രാണൻ വെടിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ചെറിയ ഭാഗം എന്ന ഈ ദേവാലയം ഉംബ്രിയയുടെ അതിരുകൾക്കപ്പുറം ലോകമെമ്പാടും സ്വാധീനം ചെലുത്തി. ഈ മഹത്തായ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാൻ പിന്നീട് സാന്താ മരിയ ഡെഗ്ലി ആഞ്ചലി എന്നൊരു വലിയ ബസിലിക്ക ഉയർന്നു. ഈ ബസിലിക്കയ്ക്കുള്ളിൽ ഫ്രാൻസിസിന്റെ ദർശനത്തിന്റെ ഹൃദയമായ പോർത്തുങ്കലയും അദ്ദേഹത്തിന്റെ അവസാന മുറിയും ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. ഈ കഥ അസീസിയിൽ അവസാനിക്കുന്നില്ല. ലോസ് ആഞ്ചലസ് മുതൽ ഇന്ത്യയുടെ തിരക്കേറിയ നഗരങ്ങളിൽ വരെ പോർത്തുങ്കലയുടെ അലയൊലികൾ മുഴങ്ങുന്നു. ഓഗസ്റ്റ് 2 ആഘോഷിക്കുന്ന മാലാഖമാരുടെ മാതാവിന്റെ തിരുനാൾ ക്രിസ്തീയ കരുണയുടെ ഹൃദയം അനുഭവിക്കാനുള്ള വാർഷിക ക്ഷണമാണ്. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ക്ഷമയാണ് അടിസ്ഥാനം. ആ വാക്കുകൾ ഇന്നും നമ്മുടെ കാതുകളിൽ ഒരു നേർത്ത മർമരം പോലെ മുഴങ്ങുന്നു. അതുകൊണ്ട് ഈ ഓഗസ്റ്റ് 2 നിങ്ങൾ എവിടെയായിരുന്നാലും ഹൃദയം തുറന്ന് ആ ദൈവിക കൃപയിലേക്ക് കടന്നു ചെല്ലാൻ മടിക്കരുത്. ഒരു പള്ളിയിലേക്ക് ധൈര്യമായി കാലെടുത്ത് വെക്കൂ. അവിടെ മുട്ടുകുത്തി മനസ്സ് തുറന്ന് നിങ്ങളുടെ ഭാരങ്ങൾ ഏറ്റു പറയൂ. സ്നേഹത്തോടെ ആ സൗഖ്യം സ്വീകരിക്കൂ. ഓർക്കുക, കാരുണ്യത്തിന്റെ വാതിലുകൾ എന്നും നിങ്ങൾക്കായി മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. കാരണം ചിലപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ ഇടങ്ങളിലാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പിറവിയെടുക്കുന്നത്. ഈ ചെറിയ ഭാഗം പോർത്തുങ്കല ഇന്നും 1000 ജീവിതങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഓർക്കുക, ഏറ്റവും സാധാരണമായ ഇടങ്ങളിൽ പോലും മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ദൈവിക അത്ഭുതങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.